വർത്തമാനം അതിഥി സംഭാഷണത്തിന്റെ അനുപമവേള. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ അതിഥി ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലാൽജി ജോർജ്. അദ്ദേഹം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഋതം ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ചെയ്ത ചിതറിയവർ എന്ന ചിത്രത്തിൽ ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മറ്റൊരു ബിബ്ലിക്കൽ സിനിമ ഇഫ്താഹ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്തരം ലാൽജി ജോർജിൻ്റെ ചലച്ചിത്ര യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഏതായാലും വളരെയധികം സന്തോഷം. താങ്കളുടെ ഋതം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ താങ്കളെ ഇവിടെ അതിഥിയായി ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഋതം എന്ന സിനിമയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് തോന്നുന്നു. പറയൂ വിശേഷങ്ങൾ. ഋതം ബിയോണ്ട് ദ ട്രൂത്ത് എന്നാണ് സിനിമയുടെ പേര്. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. റിലീസ് ചെയ്തതിന് ശേഷം പ്രേക്ഷകരിൽ നിന്നും വലിയ ഒരു സപ്പോർട്ടും പ്രോത്സാഹനവും ആവേശവുമാണ് ആ ചിത്രം സ്വീകരിക്കപ്പെട്ടത്. അതിനുശേഷം ഈ ചിത്രം ഒരുപാട് ഫെസ്റ്റിവലിൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതോടൊന്നിച്ച് ആ ഫിലിം ഫെസ്റ്റിവലുകളിലെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഇതിന്റെ വിശേഷം. തിയേറ്ററുകളിൽ ഓടുകയും തിയേറ്ററുകളിൽ ആഘോഷമാക്കുകയും സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രിയ സ്നേഹ വാത്സല്യങ്ങൾ നേടുകയും ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഓരോ സിനിമാ മേളകളിൽ എൻ്റെ ചിതറിയവർ എന്ന സിനിമയ്ക്ക് കിട്ടിയ ഓരോ മേളകളിൽ കിട്ടിയ അതേ സ്വീകരണം തന്നെയാണ് ഈ ഋതം എന്ന് പറയുന്ന സിനിമയ്ക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചിതറിയവർ എന്ന സിനിമ അധസ്ഥിത അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതഗന്ധിയായ ഒരു കഥയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഋതം എന്ന സിനിമയിൽ അതിന്റെ പ്രതിപാദ്യം എന്താണ്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എൻ്റെ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് ഒരു വിഷാദമാണ്, ഒരു പെയിനാണ്. ആ പെയിനിന്റെ ഒരു അഗാധ തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു സിനിമ മേക്കിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ചിതറിയവർ എന്ന സിനിമ പോലെ തന്നെ ഋതം ഒരു സാധാരണ ഇസ്ലാമിന്റെ, ഒരു നീതിബോധമുള്ള ഒരു ഇസ്ലാമിന്റെ സത്യത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള ഒരു അന്വേഷണവും അതിനോടൊത്ത് ഒന്നിച്ച് ചെയ്യുന്ന ഒരു യാത്രയുമാണ്. അതോടൊന്നിച്ച് സമകാലിക ജീവിതത്തിന്റെ, കേരളീയ സമകാലിക അവസ്ഥയുടെ ഒരു പരിച്ഛേദം കൂടി ഞാൻ ആ സിനിമയിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ വിഷം തുപ്പുന്ന, വർഗീയ വിഷവാദികളായ ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതിനെതിരായിട്ട് സ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും ഒരു അടയാളം, ഒരു ഉദാഹരണം കാണിക്കുന്ന ഒരു രീതി കൂടി ആ സിനിമയിൽ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട്. ഒരു ഇസ്ലാം, ഒരു വിഷാദവാനായിട്ടുള്ള ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഒരു മുസൽമാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ അതോടൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹൈന്ദവൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹപരമായ ഉള്ള ഒരു സഹകരണത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് മതമൈത്രിയാണ്. ഒപ്പം ഒരു ക്രിസ്ത്യാനിയും, ആ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ഈ ഋതത്തിൻ്റെ ഒരു പ്രതിപാദ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ഡീപ്പ് പെയിനാണ്, ഒരു ജീവിത അവസ്ഥയെ കാണിക്കുകയാണ്. ആ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും, ഒരു ഉമ്മയുടെയും, ഫാത്തിമ എന്ന് പറയുന്ന ഈ മുസൽമാൻ്റെ, അബ്ദുൾ റഹ്മാൻ മുസലിയാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും തീവ്രമായ പ്രണയത്തിൻ്റെയും തീവ്രമായ വിഷാദത്തിനും ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്ന വലിയ വലിയ വിഷാദങ്ങൾ. നമ്മൾ ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിലൂടെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാവ്യമാണ്, ഒരു കവിത പോലെയാണ് ഞാൻ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷാജു അല്ലേ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു കഥാപാത്രം ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. സീരിയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കഥാപാത്രം എത്രത്തോളം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രങ്ങളൊക്കെ അവർ അഭിനയിച്ച് ഫലിപ്പിച്ചത്? അദ്ദേഹത്തോട് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ സ്നേഹത്തോട്, ഞാൻ ശ്രീനിവാസനോട് ചിതറിയവരുടെ കഥ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സെറ്റിൽ ചെന്ന് ഞാൻ ഈ കഥ അദ്ദേഹത്തോട് പറയുകയായിരുന്നു.
അദ്ദേഹം വളരെയധികം ആ ഒരു ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. ഞാനിത് ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ പറയുകയാണ്. വേറെ ഒന്നും ഞാൻ പോയില്ല. എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അറിയാം, ഇദ്ദേഹത്തിന് നല്ല ഒരു അഭിനയശേഷിയുള്ള ആളാണ്, ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം അത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ഈ സിനിമയെ, ഈ അബ്ദുൾ റഹ്മാൻ മുസലിയാരെ അദ്ദേഹം ആവാഹിക്കുകയും അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഋതത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, ഞാൻ തന്നെയാണ്. ഈ അഭിനയ മുഹൂർത്തങ്ങളെ വളരെ മെച്ചപ്പെടുത്തുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് അബ്ദുൾ റഹ്മാൻ മുസലിയാരായിട്ട് അഭിനയിച്ച ഡോക്ടർ ഷാജു, ഫാത്തിമയായിട്ട് അഭിനയിച്ച സോണിയ മൽഹാർ എന്ന് പറയുന്ന കഥാപാത്രം, അത് പുതുമുഖമായിട്ട് അഭിനയിച്ച ആദിത്യ ജ്യോതി, ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ച ആദിത്യ ജ്യോതി എന്നൊരു പുതുമുഖത്തിൻ്റെ വളരെ അസൂയപ്പെടുത്തുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ ഒരു സിനിമയുടെ വേറൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ ഒരു മനോഹരമായ ഗാനം, ആ ഗാനങ്ങൾ ആരാണ് ചിട്ടപ്പെടുത്തിയത്, ആരാണ് അതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ നിർവഹിച്ചത്? ഈ ഞാൻ പറഞ്ഞ പോലെ ഡീപ് പെയിനിന്റെ ഒരു കഥ പറയുമ്പോൾ സംഗീതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ആ പെയിനിലേക്ക് കൊണ്ടുപോകുന്ന, ഞാൻ ഇന്നലെ തന്നെ സംസാരിച്ച് ഈ പടം കണ്ട ഒരാൾ എൻ്റെ ഇടയ്ക്ക് വന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ സംഗീതം ഹോണ്ട് ചെയ്യുന്ന രാത്രിയിൽ, അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അതിലേക്ക് ലയിച്ച് ഈ സിനിമ കണ്ട ഒരു മനുഷ്യനിലേക്ക് ഈ സംഗീതം രാത്രി കിടക്കുമ്പോൾ ഹോണ്ട് ചെയ്യുക, വേട്ടയാടുക. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ രാഗമാണ്. വിഷാദത്തിന്റെ രാഗമായ ചക്രവാകവും ചാരുകേശി അങ്ങനെയുള്ള ഒരുപാട് രാഗങ്ങളെ നമ്മൾ സമന്വയിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു സംഗീതമാണ് ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. പറഞ്ഞു ഇതിൽ ഷമൽരാജ് എന്ന് പറയുന്ന ഒരു BGM ചെയ്യുന്ന ഒരാളാണ് ഇതിന്റെ BGM ചെയ്തിരിക്കുന്നത്. അമൽരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഷമൽരാജ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിലേക്ക് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സീരിയൽസും ഒരുപാട് മ്യൂസിക് ആൽബംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ താങ്കളുടെ പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി മ്യൂസിക് BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന്റെ സംഗീത വീണം പകർന്ന ആരാണ്? പാട്ട് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ആളാണ്, രാജേഷ് അറപ്പുര എന്ന് പറയുന്ന പോയറ്റ്. അദ്ദേഹത്തിന്റെ കവിത, അദ്ദേഹത്തിന്റെ ഗാനം, ഗോപൻ സാഗരി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ സംഗീതം ചിട്ടപ്പെടുത്തി ഒരു പാട്ട് നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നു. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ, നീ എൻ്റെ മാത്രം സ്വന്തമെന്ന്. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ, നീ എൻ്റെ മാത്രം സ്വന്തമെന്ന്. ജീവനുള്ള കാലത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു നറുപുഞ്ചിരി നീ തന്നില്ലയോ, ഒരു നറുപുഞ്ചിരി നീ തന്നില്ലയോ. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ, നീ എൻ്റെ മാത്രം സ്വന്തമെന്ന്.
ഒരു കുഞ്ഞു കാറ്റുപോൽ ഒരു കുളിർ മഴ പോൽ പ്രിയനിന്നോർമ്മകൾ കാത്തുവെക്കാം. ഒരു കുഞ്ഞു കാറ്റുപോൽ ഒരു കുളിർ മഴ പോൽ പ്രിയനിന്നോർമ്മകൾ കാത്തുവെക്കാം. ഇടനെഞ്ചിലാരും അറിയാതെ ഇനി നാം കാണും നിമിഷം വരെ. ഇടനെഞ്ചിലാരും അറിയാതെ ഇനി നാം കാണും നിമിഷം വരെ. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ നീ എൻ്റെ മാത്രം സ്വന്തമെന്ന്. കാണാൻ ഒരു വാക്കു പറയാൻ ഉള്ളിലെ പരിഭവങ്ങൾ പങ്കുവയ്ക്കാൻ. ഒരു നോക്കു കാണാൻ ഒരു വാക്കു പറയാൻ ഉള്ളിലെ പരിഭവങ്ങൾ പങ്കുവയ്ക്കാൻ. സ്വപ്നം കാണുമാ നല്ല വസന്തത്തിൽ പുലരി പൂക്കളായി നാം പിരിഞ്ഞെങ്കിൽ. സ്വപ്നം കാണുമാ നല്ല വസന്തത്തിൽ പുലരി പൂക്കളായി നാം പിരിഞ്ഞെങ്കിൽ. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ നീ എൻ്റെ മാത്രം സ്വന്തമെന്ന്. ജീവനുള്ള കാലത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു നറുപുഞ്ചിരി നീ തന്നില്ലയോ. ഒരു നറുപുഞ്ചിരി നീ തന്നില്ലയോ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു അത്. അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ താങ്കൾ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രം ഇതിനു മുൻപ് സംവിധാനം ചെയ്ത ചിത്രമാണ് ചിതറിയവർ. അതൊരുപാട് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയ ചിത്രമാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത ശ്രീനിവാസനായിരുന്നു ആ ചിത്രത്തിന്റെ നായകൻ. എങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് കടന്നു വന്നത്? ഇത് ഒരു നിമിത്തമായിട്ടാണ് സംഭവിച്ചത്. ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ചെറിയ ഒരു കഥ കിട്ടി. ആ വ്യത്യസ്തമായ ഒരു കഥ, ഒരു തവളപിടുത്തക്കാരന്റെ കഥ. അപ്പൊ അത് സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുള്ള ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രീനിവാസൻ ദുബൈയിൽ വന്നപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കഥ പറഞ്ഞു. തിരക്കഥ അപ്പോഴും റെഡിയായിരുന്നു. ഈ തിരക്കഥ ഞാൻ കാണിച്ചു. കഥ പറഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീനിവാസൻ നമ്മൾ ഡോക്ടർ ഷാജുവിനെ കണ്ട അതേ രീതിയിൽ തന്നെ അദ്ദേഹവും ഈ കഥ കേട്ടിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയി. എന്നോട് പറഞ്ഞു തിരക്കഥ തരിക, ഞാൻ മദ്രാസിൽ കൊണ്ടുപോയിട്ട്. അദ്ദേഹം താമസിക്കുന്ന മദ്രാസിലാണ് താമസിക്കുന്നത്. ഈരാളിയുടെ അഡ്രസ്സാണ് തന്നെ എനിക്ക്. ഈരാളി പഴയൊരു നിർമ്മാതാവാണ്, ഒരുപാട് പടത്തിനകത്ത് നിർമ്മിച്ച പടമാണ്. ഈ ആളാണ് ഈരാളി. ഈരാളിയുടെ അഡ്രസ്സിൽ തന്നിട്ട് പറഞ്ഞു ഈ അഡ്രസ്സിലേക്ക് എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തിരക്കഥ അയച്ചു കൊടുത്തു. തവളപിടുത്തക്കാരനായിട്ടുള്ള ഒരു ആളിന്റെ കഥ, ഒരു ദളിതനായിട്ടുള്ള അധസ്ഥിതനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം അതിനകത്ത് ചെയ്തിരിക്കുന്നത്. രാവിലെ പകല് ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കലും രാത്രി തവളപിടുത്തുകയും ചെയ്യുന്ന വളരെ അധസ്ഥിതനായിട്ടുള്ള ഒരു ദലിത് കഥാപാത്രം, വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം. ഇത് കേട്ടു. അപ്പോൾ കഥ അദ്ദേഹം തിരക്കഥ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ നമുക്ക് ചെയ്തുകൂടെ, നമുക്കത് ചെയ്യാം. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷമായി. നമുക്ക് ശ്രീനിവാസനെ പോലെയുള്ള ഒരു ബഹുമുഖ നടൻ, പ്രതിഭയായിട്ടുള്ളൊരു നടനെ തിരക്കഥാകൃത്തെ സംവിധായകൻ എന്നീ നിലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രതിഭാശാലി, മലയാളത്തിലെ വലിയൊരു പ്രതിഭാശാലി, ആരോഗ്യവാനുമായിരുന്നു അന്ന് വളരെ ആരോഗ്യവാനായിട്ടിരുന്നു. അദ്ദേഹത്തിന് ആ കഥാപാത്രം ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സെയിം സമയത്ത് തന്നെ ഉദയനാണ താരത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സെറ്റിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. കുറേ ദിവസങ്ങൾ മാറി മാറി ഡേറ്റ് ക്ലാഷ് ആയിട്ട് മാറി മാറി വരുന്നു. അപ്പോൾ ഉദയനാണ താരത്തിൻ്റെ ആ ലൊക്കേഷനിൽ നിന്ന് ഞാൻ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഒരു 15 ദിവസത്തെ ഒറ്റ ഷെഡ്യൂളിൽ അദ്ദേഹം ഇത് തീർത്തു വന്നു. അതിഗംഭീരമായ അഭിനയം. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ലാസ്റ്റ് റൗണ്ട് വരെ വന്നു എല്ലായിടും. അതിനുശേഷമാണ് ഇത് ഒരുപാട് ഗ്രീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി അവാർഡ് ശ്രീനിവാസന് കിട്ടി. ഖത്തർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, ബാങ്കോക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, സൂര്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, കേരള സ്റ്റേറ്റ് സംസ്ഥാന അവാർഡ് ലാസ്റ്റ് റൗണ്ട് വരെ വന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കഥയായിട്ട് ഒരു സിനിമയായിട്ട് അത് മാറി. അതിൻ്റെ പിന്നിലെ പ്രത്യേകിച്ചത് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും ഭയങ്കര പ്രഗത്ഭരാണ്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നവാഗത സംവിധായകൻ ജോൺസൺ മാഷായിരുന്നു അതിൻ്റെ സംഗീതം ചെയ്തത്. ഒരു ദിവസം ജോൺസൺ മാഷിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്ര പ്രതിഭാശാലിയായ ഒരു മനുഷ്യനെ സംഗീതത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ദിവസം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ രാവിലെ മുതൽ വൈകിട്ടും വരെ നിന്നുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഈ ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതം ചെയ്തു കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരിക്കുകയായിരുന്നു ഉണ്ടായത്. അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകനെ മലയാള സിനിമ ഇന്ന് തന്നെ കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിതറിയവർ എന്ന സിനിമയിലൂടെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ തന്നെ താങ്കൾക്ക് കുറെ അംഗീകാരങ്ങൾ ലഭിച്ചു. അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? മലയാള സിനിമയിൽ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഇത്തരം അംഗീകാരങ്ങൾ തേടിയെത്തുക എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഒരുപാട് സന്തോഷം. കാരണം അതിൻ്റെ ടീം അതുപോലെയായിരുന്നു. ശ്രീനിവാസൻ എപ്പോഴും നമ്മുടെ സപ്പോർട്ടീവായിരുന്നു. തിരക്കഥയിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിപ്പിച്ച് ചിരിപ്പിക്കുന്ന ഒരു സംഭാഷണമാണല്ലോ. അതുപോലെയുള്ള സംഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തെ. പിന്നെ ഉണ്ടായിരുന്നത് അതിൻ്റെ ക്യാമറാമാൻ KG ജയന്, നാഷണൽ അവാർഡ് കിട്ടിയ TV ചന്ദ്രൻ്റെ എപ്പോഴും എല്ലാ പടങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാമറാമാൻ KG ജയന്. അതിഗംഭീരനായ ഒരു വർക്കായിരുന്നു KG ജയൻ്റെ ക്യാമറ വർക്ക്. അതിൽ എഡിറ്റ് ചെയ്തത് K രാജഗോപാൽ. അതിന്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കണമല്ലോ ഇതിന്റെ ലൊക്കേഷൻ. എവിടെയൊക്കെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ? ചിതറികളുടെ ലൊക്കേഷൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ പാലക്കാടൻ ഭാഗത്തായിരുന്നു. ഷൊർണൂറിനപ്പുറത്ത് ഒരു വളരെ ഇന്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലത്ത്, വളരെ ഒരു വിജനവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള സ്ഥലത്ത്, ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മൂർത്തീഭാവമായിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. സേതു മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ അദ്ദേഹം ഈ നമുക്ക് എല്ലാ ലൊക്കേഷൻ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. എല്ലാ തരത്തിലും ശ്രീനിവാസന്റെ ഒരു സപ്പോർട്ട് കൂടിയായിരുന്നു ആ പടം നമ്മൾ ഇത്രയും ചെയ്തത്. എത്ര ദിവസം കൊണ്ട് ആ പടം പൂർത്തിയാക്കാൻ കഴിയും? 15 ദിവസം കൊണ്ട് ഞാൻ ആ പടം പൂർത്തിയാക്കി. ഒറ്റ ഷെഡ്യൂളിൽ 15 ദിവസം കൊണ്ട് ഞാൻ പൂർത്തിയാക്കിയിട്ട് നമ്മൾ അത് തീർത്തു. അത് നിർമ്മിച്ചിരുന്ന ദുബൈയിലെ 2 വ്യവസായികളെ, ഒരു ജലാൽ സാറും അതുപോലെ തന്നെ ദേവൻ എന്ന് പറയുന്ന 2 പേരും കൂടിയായിരുന്നു അദ്ദേഹം അത് പടം നിർമ്മിച്ചത്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാവരും പ്രഗത്ഭരായിരുന്നു. വളരെ ഗംഭീരമായിട്ട് പോയി. തിയേറ്ററുകളോടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കലാമൂല്യമുള്ള ഒരു പടം എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് സപ്പോർട്ട് വന്നിരുന്നത്. നിർമ്മാതാക്കൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നത് അങ്ങനെ ഒരു സിനിമ ലാഭമൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല സിനിമയുടെ ഒരു വക്താക്കളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലായിരുന്നു. അതിൽ പക്ഷേ മുടക്കുമുതൽ കിട്ടി. അമൃത TV സാറ്റലൈറ്റ് എടുത്തു. സാറ്റലൈറ്റ് പോയി CD റേറ്റ്, DVD റേറ്റ്, കേരള ഗവൺമെന്റ് അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് അതിൽ ക്യാഷ് വന്നു. അങ്ങനെ വളരെ വിജയകരമായ ഒരു രീതിയിലേക്ക് ആ പടം പോയി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പടത്തിൽ നമ്മൾ കുരീപ്പുഴ ശ്രീകുമാർ സാറിന്റെ ഒരു കവിത സംഗീതാവിഷ്കാരമൊക്കെ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കവിത ഒന്ന് കേട്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. കുറ്റികരിച്ചു കിളച്ചു മറിച്ചതും വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാനീ കീഴാളൻ, കന്നി മണ്ണിന്റെ ചേലാളൻ. തേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ച് വരമ്പായി കിടന്നതും ഞാനീ കീഴാളൻ, പുതുനെല്ലിന്റെ കൂട്ടാളൻ.
ചേറു ചവിട്ടിക്കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീകൂട്ടി ചുട്ടതും ഇഷ്ടിക കൂമ്പാരം തോളിലെടുത്ത് നടന്ന് തളർന്നതും ചാന്തും കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാരിച്ച് വീടു പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയേരിച്ചതും ഞാനേ കീഴാളൻ നെടുന്തൂണിന്റെ കാലാളൻ. കട്ടമരത്തിൽ കടലിൻ കഴുത്തേറി കഷ്ടകാലത്തിന്റെ കൊല്ലിവല വീശി പൂവാലൻ ചെമ്മീനും മത്തിയും മക്കളും തീരത്തു നേദിച്ച് നേരമിരുണ്ടപ്പോൾ പൂളക്കിഴങ്ങ് വിഴുങ്ങി തുലയ്ക്കുവാൻ ചാളക്കറിക്ക് കൊതിച്ചു കയർത്തതും ഞാനേ കീഴാളൻ കൊടുങ്കാറ്റിന്റെ തേരാളൻ. കണ്ടടം കുത്തി കുരുപ്പരുത്തി നട്ട് പഞ്ഞിക്ക പൊട്ടിച്ച് തക്കളി കൊരുത്തിട്ട് ആദിത്യരശ്മി പോലെ അമ്പര നൂലിട്ട് രാപ്പകലില്ലാതെ ഓമൽ തറിയോട് മല്ലിട്ടു തുല്ലിട്ടുടയാട നെയ്തതും നെഞ്ചു മറയ്ക്കാതെ ശീതത്തീ തിന്നതും ഞാനീ കീഴാളൻ ഉടുമുണ്ടിന്റെ നെയ്ത്താളൻ. ചന്ദനം കണ്ടതും കൊത്തി മണത്തതും വെട്ടി മറിച്ച് പുറന്തോട് ചെത്തിട്ട് ആനയും വ്യാളിയും സർപ്പവും സിംഹവും 10 അവതാരവും കൊത്തി പൊലിപ്പിച്ച് കട്ടിൽ കടഞ്ഞതും തൊങ്ങലു വച്ചതും കല്യാണത്തമ്പ്രാനും തമ്പ്രാട്ടി കുഞ്ഞിനും കന്നിരാവത്ത് ചിരിച്ച് കളിക്കുവാൻ കാണിക്ക വെച്ചിട്ട് മാടത്തിൻ മുറ്റത്ത് പൂഴിക്കിടക്കയിൽ ഓല വിരിപ്പിന്മേൽ നക്ഷത്രം നോക്കി നശിച്ചു കിടന്നതും ഞാനീ കീഴാളൻ മുൾമരത്തിന്റെ വേരാളൻ. കായൽ കയങ്ങളിൽ മാലുകൊരുത്തിട്ട് തൊണ്ടു കുതിർത്തതും പോളയിരിഞ്ഞതും റാട്ടുകറക്കിട്ട് പൊന്താരു നൂത്തതും ചില്ലിക്ക് വിറ്റ് ചെലവിനും പോരാഞ്ഞു ചെല്ലക്കയറിൽ കുരുക്കിട്ടൊടുങ്ങിയോ ഞാനീ കീഴാളൻ കരിമണ്ണിന്റെ യൂരാളൻ. പാർട്ടി ആഫീസിന്റെ നെറ്റിയിൽ കെട്ടുവാൻ രാത്രിയിൽ ചോരക്കിനാക്കൊടി തുന്നിയും നെഞ്ചോട് ചേർത്ത് കരഞ്ഞും ഞെളിഞ്ഞും സങ്കടത്തീക്കനൽ തൊണ്ടയിൽ വച്ചിട്ട് പിന്നിൽ നടന്നതും താണു ഞെരിഞ്ഞതും പിന്നെ കിനാവിൻ കലപ്പനാക്കായി വന്നു മണ്ണു തെളിച്ച് വിയർത്തു കിതച്ചതും ഞാനീ കീഴാളൻ കൊടിക്കമ്പിന്റെ നാക്കാളൻ. കല്ലരി കഞ്ഞിയിൽ വെണ്ണിലാവുപ്പിട്ട് കണ്ണത്ത കാവിലെ കാലന ചാറ്റിട്ട് ഓട്ടുപത്തായ കുരുക്കിൽ കുനിഞ്ഞിരുന്നാശയ്ക്ക് വിത്തിട്ട് പോഴത്തമാക്കിയിട്ട് പുട്ടിലും തട്ടി പുറംതിരിഞ്ഞോടുന്ന ചൊക്കന്റെ പിന്നാലെ ആളും മനസ്സുമായി തീ പിടിക്കുന്ന വിളഞ്ഞ പാടം പോലെ നായ്ക്കുട്ടി തട്ടിയുടച്ച കുടം പോലെ വീണേ കീഴാളൻ കണ്ണുനീരിന്റെ നേരാളൻ. കൃത്യമായിട്ടും ആ ഒരു കഥാപാത്രത്തിന്റെയും കഥാതന്തുവും അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു കവിത തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പടത്തിന് വേണ്ടി കൃത്യമായി എഴുതിയതുപോലെ നമുക്ക് തോന്നുന്ന ഒരു കവിതയാണത്. അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കൾ ഇഫ്താഹ് എന്നൊരു ബിബ്ലിക്കൽ മൂവി ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു പടത്തിന്റെ കാര്യങ്ങൾ? അതും ഇതുപോലെ ഒരു ചാനലിന് വേണ്ടി, ഒരു ഡിവോഷണൽ ചാനലിന് വേണ്ടി ഒരു പടം ചെയ്യണം. അപ്പൊ അത് റിലീസ് ചെയ്യേണ്ട, ഡിവോഷണൽ ചാനലിൽ മാത്രം പ്രദർശിപ്പിക്കാനായിട്ടൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്ന ആളിനെ ഞാൻ യാഗമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ്, ജയിച്ചു വരുമ്പോൾ കൊടുക്കുമെന്ന് പറയുന്ന ഒരു വീരനായ ഒരു കഥാപാത്രമാണ് ബൈബിളിൽ. അപ്പോൾ ഇദ്ദേഹം യുദ്ധം ചെയ്ത് ജയിച്ചു വരുമ്പോൾ ആദ്യം മുന്നിൽ കാണുന്ന തന്റെ മകളെയാണ്. അപ്പോ അങ്ങനെയുള്ള സങ്കീർണമായ അവസ്ഥയിലുള്ള ഒരു പഴയ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥ. ഞാനത് സെറ്റിട്ടിരുന്നത് വെള്ളറട പോലെയുള്ള സ്ഥലത്താണ്. നമ്മുടെ കാട്ടാക്കട നെയ്യാർ ഡാമിനടുത്തുള്ള ഒരു പാറക്കൂട്ടത്തിന്റെ അവിടെയായിരുന്നു അത് സെറ്റിട്ടിട്ട്. ആ ഒരു പഴയ കാലം അവിടെ തന്നെ ചിത്രീകരിച്ച് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പഴയ കാലം ചിത്രീകരിച്ചുകൊണ്ട് അതും ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ ഒരു 2 മണിക്കൂറിനടുത്തുള്ള ഒരു സിനിമ ചെയ്തുകൊണ്ടുള്ള
ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ. പക്ഷേ നമ്മൾ കുറച്ചു കഥാപാത്രങ്ങൾ കുറച്ചുകൊണ്ട് ഈ ഒരു തീഷ്ണ ഭാവങ്ങൾ, ഈ ഒരു വേദന സങ്കീർണമായ ഒരു ഭാവമല്ലേ, ഒരു യുദ്ധം ജയിച്ചു വരുമ്പോൾ മുന്നിൽ കാണുന്ന ആളിനെ ഞാൻ യാഗം കൊടുക്കുമെന്ന് പറഞ്ഞ് ആളിന് വാക്കുമാറാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വരുന്ന ഒരു വലിയൊരു മനസ്സിന്റെ ഒരു ഭയങ്കരമായ ഒരു ഭാവമുണ്ട്. അതിൽ ചിത്രീകരിക്കുന്ന ഒരു കഥയായിരുന്നു ആ ഒരു സിനിമയാണ് ചിത്രീകരിച്ചിരുന്നത്. ആ ഒരു ബിബ്ലിക്കൽ സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമയിലെ ആ ഒരു പാട്ട്, നല്ല പാട്ടാണ് അതിനകത്ത്. അപ്പൊ ഒരു പാട്ട് നമുക്ക് വിശ്വജിത്താണ് അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. വിശ്വജിത്ത്. ഓക്കെ, ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ത്യാഗമായി പ്രാണ ത്യാഗമായി ജ്വാലയായി ഹൃത്തിൽ ജ്വാലയായി വരുന്നു ഞാൻ താതാ നിന്നരുമയ യാഗമായി സ്നേഹ യാഗമായി കൊതിച്ചൊരു നറുമലരാമൻ നിറയും മിഴികളിൽ നീർക്കണങ്ങൾ വിരിയാൻ കൊതിച്ചൊരു നറുമലരാമൻ നിറയും മിഴികളിൽ നീർക്കണങ്ങൾ അടർന്നു വീഴുന്നൻ അർപ്പണമായി അനുഗ്രഹിക്കുവൻ യാഗാർപ്പണം താതാനുഗ്രഹിക്കൂ എൻ യാഗാർപ്പണം യാഗമായി സ്നേഹയാഗമായി ത്യാഗമായി പ്രാണ ത്യാഗമായി പാട്ടുപാടും കൂട്ടുകാരോടെല്ലാം യാത്ര ചൊല്ലും കൂട്ടമായി നിന്നു ഞാൻ പാട്ടുപാടും കൂട്ടുകാരോടെല്ലാം യാത്ര ചൊല്ലും കൂടുവിട്ടു ഞാൻ കൂടെ വരും നിൻ കൂടാരമതിനുള്ളിൽ മറഞ്ഞിടും ഞാൻ അതിനുള്ളിൽ മറഞ്ഞിടും യാഗമായി സ്നേഹ യാഗമായി ത്യാഗമായി പ്രാണത്യാഗമായി ജ്വാലയായി ഹൃത്തിൽ ജ്വാലയായി വരുന്നു ഞാൻ താതാ നിന്നരുമയ യാഗമായി സ്നേഹ വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചലച്ചിത്ര വിശേഷങ്ങൾ മാത്രമാണ്. താങ്കൾ ഒരു കഥാകൃത്ത് കൂടിയാണ്. നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്, പല കഥയും പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വർക്കുകൾ ഏതൊക്കെയാണ്? ഞാൻ ബേസിക്കലി മലയാളത്തിലൊരു എഴുത്തുകാരനാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ എഴുത്താണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്.
ഞാൻ എൻ്റെ ഒപ്പം 9 സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, 9 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കലാകൗമുദി, മാതൃഭൂമി, മനോരമ, മലയാളത്തിലെ മിക്ക മെയിൻ സ്ട്രീംസിൽ ഞാൻ എഴുതാറുണ്ട്. പക്ഷെ ഞാൻ എഴുത്തിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമകൾ തന്നെയാണ് എപ്പോഴും ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഭാഷയിൽ പ്രത്യേകത കാണിച്ചുകൊണ്ടും തീമിൽ പ്രത്യേകത കാണിച്ചുകൊണ്ടും മാത്രമേ ഞാൻ എഴുതുള്ളൂ. അത് ഒരുപാട് കഥകൾ ഞാൻ എഴുതാറില്ല. വർഷത്തിൽ ചിലപ്പോൾ 3-4 ആദ്യകാലങ്ങളിൽ എഴുതുമായിരുന്നു. അങ്ങനെ 9 സമാഹാരങ്ങളൊന്നും. ഈ അടുത്ത കാലത്തെ സിനിമയും എഴുത്തും കൂടെ വരുമ്പോൾ വളരെ അപൂർവമായിട്ട് വളരെ ശ്രമിച്ചും അല്ലെങ്കിൽ വളരെയധികം പരിശ്രമിച്ചും മാത്രമേ ഞാൻ കഥകൾ എഴുതാറുള്ളൂ. അതിൽ ഏറ്റവും അവസാനം വന്നത് ഏറ്റവും അടുത്ത ലക്കത്തിൽ, കഴിഞ്ഞ ലക്കത്തിൽ ഒരു 2 മാസം മുമ്പ് കലാകൗമുദിയിൽ വന്ന ഒരു കഥയാണ് എക്സ്. ആ കഥ മലയാളത്തിൽ ഒരു സയന്റിഫിക് ഫിക്ഷന്റെ ഒരു പ്രത്യേക ഏറ്റവും ലേറ്റസ്റ്റ് ആയ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു റോബോട്ട് ഒരു മാലാഖയായിട്ട് വരികയും ഒരു വൈറസുകളുടെ ഒരു കാലഘട്ടത്തിൽ അത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര കഥയാണ്. ഭയങ്കര അപ്രീസിയേഷൻ വന്ന ഒരു കഥയാണ് എക്സ്. കഥയുടെ പേര് എക്സ്. നഗരത്തിന്റെ പേര് ജി നഗരം, എസ് നഗരം ഒക്കെയാണ്. എസ് നഗരം, ജി നഗരം. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സോതോം ഗോമോറ എന്ന് പറയുന്ന ബൈബിളിൽ ഒരു കഥയുണ്ട്. സോതോം ഗോമോറ ദുഷ്കർമ്മികൾ പെരുകുമ്പോൾ ദൈവം അതിനെ നശിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ബൈബിളും AI പ്രത്യേക കാലഘട്ടം, വൈറസ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു റോബോട്ട് മാലാഖയായിട്ട് വരുന്നതാണ് ആ ഒരു കഥ. അത് അങ്ങനെയുള്ള കഥകൾ ഞാൻ കൂടുതലും ചെയ്യുന്നത്. അല്ല, ഈ ഒരു തീം പറഞ്ഞു വന്നപ്പോൾ അതിനൊരു സിനിമയുടെ സാധ്യതകൾ കാണുന്നുണ്ടല്ലോ. സയന്റിഫിക് ഫിക്ഷനാണ് അത്. ഭയങ്കരമായ ഒരു സംഗതികളാണ്. ഭയങ്കര ഒരു അതിതീഷ്ണമാണ്. അതിന്റെ ഭാഷ പോലും ഞാൻ തീവ്രവും തീഷ്ണവും വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും ഭാഷകൾ. അപ്പൊ അങ്ങനെ എഴുതിയെങ്കിലേ കാര്യമുള്ളൂ. അല്ല നമ്മളിപ്പോ എഴുതുന്ന ഇപ്പൊ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു കഥ എഴുതിത്തരാം, ഞാൻ കാണിച്ചു തരാം. ഒരു കഥ എഴുതി നമുക്കൊന്നുമില്ല, ഒരു പ്രയാസമില്ല ഒരു കഥ എഴുതാൻ. അത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു സൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അത് വായിച്ചാൽ, ചിലർക്ക് അത് കൂടുതൽ വായിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പെൻസീവ് മീഡിയയാണ്. ആ എക്സ്പെൻസീവ് മീഡിയയിൽ മാർക്കറ്റിങ്ങിന് വലിയൊരു സാധ്യതയുണ്ട്. ഞാൻ ചെയ്തത് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ചെറിയ ബഡ്ജറ്റുകളിൽ ചെയ്തുകൊണ്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ. ഈ ഫെസ്റ്റിവലുകൾക്ക് പോകുന്നു, അനേകം ഫെസ്റ്റിവലുകൾ അവാർഡുകളിൽ പോകുന്നു, അപ്രിസിയേഷൻ കിട്ടുന്നു. ഇത് OTT ഹൃദം തന്നെ OTT ആയി. കേരള ഗവൺമെന്റിന്റെ സി സ്പേസിൽ OTT ഓവർ ദ പ്ലാറ്റ്ഫോം പോയി. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ലോകവ്യാപകമായി കാണാൻ സാധ്യതയുണ്ട്. ചിതറി അമൃത TV സാറ്റലൈറ്റ് എടുത്ത് എനിക്കത് പ്രയാസമൊന്നുമില്ല. നമ്മൾ ചെറിയ കലാമൂല്യമുള്ള പടങ്ങൾ പോലും അതിന്റെ ഒരു പ്രേക്ഷകരെ അത് വിജയിപ്പിക്കുവാനായിട്ട് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ താങ്കൾ സംതൃപ്തനാണ്? ഞാൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സംതൃപ്തി. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജീവിതം, ഞാൻ കാണുന്ന ജീവിതത്തിലെ, നമുക്കറിയാം ജീവിതത്തിൽ എപ്പോഴും കൂടുതലും ഞാൻ കാണുന്നത് വിഷാദത്തിന്റെ ഒരു അവസ്ഥയാണ്. മനുഷ്യന്റെ ജീവിതം ആരെ കണ്ടെന്ന് പറഞ്ഞാലും, ഒരു പണക്കാരനെ കണ്ടാലും പാവപ്പെട്ടവനെ കണ്ടാലും പണ്ഡിതനെ കണ്ടാലും പാവരനെ കണ്ടാലും അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വിഷാദത്തിന്റെ ഒരു അംശമുണ്ട്. അത് ഞാൻ എടുക്കും. അതാണ് കൂടുതലും ഞാൻ എടുക്കാൻ. എനിക്ക് എൻ്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതമൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വായനയിൽ കൂടി കണ്ടുപിടിക്കുന്ന ഒരു പുതിയ രീതിയിലെ ട്രെൻഡിൽ നമ്മളിതിനെ ഉരുവപ്പെടുത്തിയെടുത്തുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. ശരിക്കും ശ്രീ ലാൽജി ജനിച്ചു വളർന്നത് വളരെയധികം ഒരു ഗ്രാമപ്രദേശത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഞാൻ ഒരു റിമോട്ട് ഗ്രാമത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ, ഒരു മലയാളത്തിലെ മഹാകവിയായിരുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ നാട്ടിലെ വെണ്ണിക്കുളത്താണ് ഞാൻ ജനിച്ചു വളർന്നത്, പഠിച്ചത് അവിടെ തന്നെ. അമ്മ വെണ്ണിക്കുളം സ്കൂളിലെ അധ്യാപികയായിരുന്നു, ലൈബ്രറി ആയിരുന്നു. അമ്മയുടെ പേര് അമ്മിണി ടീച്ചർ. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ആ ടീച്ചർ ഓർക്കുമെങ്കിലും. ടീച്ചർ മരിച്ചുപോയി. അമ്മയുടെ ഒരു വലിയ ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ ഒരു എഴുത്തും വായനയും ജീവിതവും ഒക്കെ. ഭാര്യയും അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ഭാര്യ ഷേർലി, മകള് തുഷാര ബിന്ദു. അവൾക്ക് പക്ഷേ യാതൊരുവിധ ഒരു കലാപരമായ ഡാൻസ് നന്നായിട്ട് ചെയ്യുവാൻ, പക്ഷെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ജോലി കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. നമ്മളിതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാം കളഞ്ഞ് എല്ലാം തകർത്ത് ദുബൈയിൽ ജോലി ഉണ്ടായിരുന്നതും കളഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. സിനിമയുടെ താല്പര്യം, വായനയുടെ താല്പര്യം, അതുകൊണ്ട് മറ്റൊന്നും. തിരുവനന്തപുരത്താണ് താമസം. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വന്നത് ഈ ഇഫ്താഹ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് പിന്നെ അങ്ങനെ അങ്ങ് മറ്റ് സ്ഥിരതാമസമായി
വെണ്ണിക്കുളത്തേക്ക് പോകും. ആഴ്ചയിൽ ഒരു ദിവസം 2-3 ദിവസം വെണ്ണിക്കുളത്ത് നിൽക്കും, തിരുവല്ലയിൽ നിൽക്കും. തിരുവല്ല വെണ്ണിക്കുളം, പത്തനംതിട്ട ജില്ലയാണ്. തിരുവല്ലയുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതായാലും ഇത്രയും വിശേഷങ്ങൾ, താങ്കളുടെ സിനിമാ യാത്രയും സാഹിത്യത്തിലുള്ള അത്തരത്തിലുള്ള രചനാ രീതികളും ഒക്കെ നമ്മുടെ റേഡിയോ കേരളയുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം. താങ്കളുടെ തുടർന്നു വരുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വിശേഷങ്ങൾ കേട്ട റേഡിയോ കേരളയുടെ ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ലാൽ സാറിനും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് വന്ന പ്രത്യേകം സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. വളരെയധികം നന്ദി ശ്രീ ലാൽജി ജോർജ്. പ്രിയമുള്ളവരെ, ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലാൽജി ജോർജ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും അടുത്ത വർത്തമാനം പരിപാടിയിൽ നമുക്ക് ഒത്തുചേരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരള, കേരള മീഡിയ അക്കാദമിയുടെ ഓൺലൈൻ റേഡിയോ.